വേഗം ഈ കാട്ടിന് സ്ഥലം കിട്ടോ. പറന്നു ഞാനിതാ കറകറങ്ങുന്നു. ആവോ അയ്യോ, ചിറകടിച്ച് ഞാൻ പറന്നൊരു കൂടുണ്ടാക്കും. കാക്കക്കാരായുന്നു കാ കാ, കാട്ടിലാലായുന്നു ക്രാ ക്രാ. ഓഹോ, പറ്റിയ സ്ഥലത്താ കിട്ടിപ്പോയി. എന്നാ പിന്നെ ഇവിടെ വീടുണ്ടാക്കാം. അയ്യോ, രക്ഷിക്കണേ. ഇതിപ്പോ വല്ലാത്ത പൊല്ലാപ്പായല്ലോ. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എവിടെ പോയി കൂടുണ്ടാക്കാനാവോ? എന്തായാലും ഇനി ടി വി ശരിയാവുന്നത് വരെ നമുക്ക് ഈ റേഡിയോയില് ക്രിക്കറ്റ് മാച്ച് കേൾക്കാം. ക്രിക്കറ്റർ ഫ്ലഷ് ചെയ്യണമെന്നാ തോന്നുന്നേ. ഓ എടാ മണ്ട, ഇതൊരു പഴയ റേഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീക്വൻസി സെറ്റ് ചെയ്യേണ്ടി വരും. സംശയമുണ്ടോ? കങ്കാരു ഒരു അടിപൊളി ഷോട്ട് അടിച്ചത് കാറ്റിൽ പറത്തി. നമുക്ക് നോക്കാം അത് ക്യാച്ച് ഔട്ട് ആവോ അതോ സിക്സ് ആവോ എന്ന്. ആഹാ, ഇതെന്താണ് ഈ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. അതാ ബോള്. ഞാൻ മൂന്നാമത് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോ കേട്ടില്ല എന്നുണ്ടെങ്കിൽ 3ാമത്തെ പ്രാവശ്യം എങ്ങനെ കേൾക്കാനാണ്? ഹലോ മിസ്റ്റർ മരംകൊത്തി, ഹലോ. ടക്ക് ചിക്ക് ടക്ക് ചിക്ക് ടക്ക് ചിക്ക് ടക്കാ. നിന്റെ ഈ ടക്ക് ശബ്ദം കാരണം ഞങ്ങൾക്ക് റേഡിയോയിൽ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വേഗം പൊക്കി വിടുന്നേ. ഓഹോ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇനി മുതൽ ഇതാണ് എന്റെ വില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് കേക്കില്ല. മനസ്സിലായോ? അത് മനസ്സിലായില്ലേ? ഓ, ആഹാ, ഇവിടെ ഞാൻ ബാത്റൂം ഉണ്ടാക്കും, എന്നിട്ട് അതിൽ കുളിക്കും. ദാ ഇവിടെ ഞാൻ കിച്ചൺ ഉണ്ടാക്കിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കും. മരംകൊത്തി, ഇത് ശരിയല്ല. അതെ, ബാത്റൂമിന്റെ അടുത്ത് തന്നെ കിച്ചൺ ഉണ്ടാക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. എടാ അതല്ലടാ കഴുതേ, നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നത് തെറ്റാണ്. പിടിക്കവനെ. എങ്കിൽ എന്നെ പിടിച്ചു കാണിക്കുക. ഊ, പിടിച്ചോ. ഇവന്റെ കൊക്ക് എന്ത് പവർഫുൾ ആണ്. ഇവിടെ ദാ ഈ പോപ്പട്ടിന്റെ കൊക്ക കണ്ടില്ലേ? തണുത്ത പനീർ കഴിച്ച പിന്നെ 3 ദിവസത്തേക്ക് ആ കൊക്ക കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇതിന് ഞാൻ പ്രതികാരം വീട്ടും ഇപ്പോൾ തന്നെ. റൈറ്റ് നൗ. എടാ ഓടിക്കോടാ, ഇവനെ ബുദ്ധി ഉപയോഗിച്ച് പിടിക്കേണ്ടി വരും. ഇത് മരംകൊത്തിയുടെ കണ്ണുനീര് തന്നെയാണ്. അയ്യോ, ഇവൻ ഈ വീട് കുലുക്കുകയാണല്ലോ. സംശയമുണ്ടോ? കൂട്ടുകാരെ, ദേ ഇതുവഴി.
താങ്ക് യു. ഇവിടെ ചോറിൽ വെള്ളം ഊറ്റിക്കളയാൻ പാത്രം ഉണ്ടായിരുന്നില്ല, ദേ ഇപ്പൊ അതും ആയി. എല്ലാത്തിലും ഓട്ടം ഇടുന്നുണ്ട്. ഞങ്ങളുടെ ഷവറിന്റെ ഹെഡും ബ്ലോക്കാണ്. ഒരു കാര്യം ചെയ്യാം, അതുകൂടി ഒന്ന് ശരിയാക്കിത്താ. ഐഡിയ, ഇവന്റെ കൊക്ക് ബ്ലോക്ക് ചെയ്യാ, പിന്നെ ഇവൻ എങ്ങും ബോട്ടയുണ്ടാക്കില്ല. ഹണി, വേഗം പോയി ടേപ്പ് എടുത്തോണ്ട് വാ. എടാ കഴുതേ, ഇതുകൊണ്ട് എങ്ങനെയാടാ കൊക്കടയ്ക്കുന്നത്? അത് അടയ്ക്കാലോ. ഇതിലൊരു പാട്ട് വെച്ച് കൊടുത്താൽ അത് മിണ്ടാണ്ടിരുന്ന് കേട്ടോളും. അതൊരു നല്ല ഐഡിയ അല്ലേ? അതൊരു നല്ല തമാശ തന്നെയാണ്. ഔ ഇവൻ ഇമോഷണൽ ആവുകയാണ്. ഈ വീട് മുഴുവൻ നമ്മൾ വീണ്ടും വൃത്തിയാക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇമോഷണൽ ആവേണ്ടത് ഈ നമ്മളല്ലേ? ഇവൻ മുതലക്കണ്ണിൽ ഒഴുക്കിക്കൊണ്ട് നമ്മളെ പറ്റിക്കുകയാണ്. എടാ വിട്ടി, മുതലേക്ക് അതിന് കൊക്കല്ലല്ലോ ഉള്ളത്. ഇത് മരംകൊത്തിയുടെ കണ്ണുനീര് തന്നെയാണ്. അവന്റെ കൊക്കിലെ ടേപ്പ് നമുക്ക് അഴിച്ചു കളയാം. കാട്ടിൽ ചിമ്പാൻസികൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വന്തമായ ഒരു വീട് വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്റെ കാട്ടിൽ നിന്ന് പുറത്തായി. മനസ്സിലായോ ബാബാ? ഞങ്ങൾക്ക് ഇതിന്റെ മാമനാകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ചിമ്പാൻസി ചെയ്ത തെറ്റാണ്. നീ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ ചിമ്പാൻസിയിൽ നിന്നും നിനക്ക് നിന്റെ വീട് തിരിച്ചു നൽകും. ചിമ്പാൻസിയോ? അവൻ ഇതിന് മാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിമ്പാൻസിയോ ഡിയോ എന്തായിരുന്നാലും 2 ഇടി കൊടുക്കാതെ അവനെ വെറുതെ വിടരുത്. വേഗം ഈ കാട്ടിന് സ്ഥലം കാലിയാക്കാൻ നോക്ക. ഇങ്ങനെ ഓരോ കഴുതകളാണല്ലോ ഈ കാട്ടിൽ ജീവിക്കുന്നത്. എന്താ താൻ ഇവിടെ നിന്ന് പോകുന്നില്ലേ? നീ എന്റെ മോനാണ്. എല്ലാരോടും നീ എന്റെ മോനാണെന്നാണല്ലോ പറയുന്നത്. ഈ കണക്കിന് പോയ ഇയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു പിസയുടെ വലിപ്പത്തിലുള്ള ഫ്ലോട്ട് പോലും ഒരു കുട്ടിക്കും കിട്ടില്ല. വേഗം ഈ കാട്ടിന് സ്ഥലം വിട്ടോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവൻ ചിമ്പാൻസിയാണോ അതോ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണോ? ഇതിന് മാത്രം എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ തല്ലുന്നത്? ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നത്? വേഗം കാര്യം പറ 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 പറ. ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഈ എഞ്ചിന്റെ സൗണ്ട് ഇത് എവിടെന്നാ വരുന്നേ? ഇത് ഞാൻ സംസാരിച്ചതാണ്. വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇത് ഞങ്ങളുടെ കാടാണ്. അത് ശരി, അപ്പൊ അതാണ് കാര്യം. മരം കൊത്തി, വേഗം കൊത്ത്. എന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കടാ. ഇങ്ങോട്ട് നോക്കടാ, ഞാൻ ഇവിടെ ഉണ്ട്. എടാ, ഇവിടെ ഉണ്ട്. എടാ, ഇവിടെ ഉണ്ട്. ടാറ്റാ. അയ്യോ, എവിടെ പോയി? കിട്ടിപ്പോയി. നിനക്ക് ഈ വാഴപ്പഴം വേണോ?
എനിക്ക് വേണം എനിക്ക് വേണം ദാ അവന്റെ ഒന്ന് മേടിച്ചോ. അവൻ പറഞ്ഞതേ നിനക്ക് തരില്ലെന്നാ. മുത്തശ്ശൻ പറയുന്നത് ശരിയാ. അത്യാഗ്രഹം ഒട്ടും നന്നല്ല. മറ്റുള്ളവരെ അവരുടെ വീട്ടിൽ നിന്ന് അകറ്റുന്നത് തെറ്റ് തന്നെയാണ്. അടിക്കവനെ, അടിക്ക് പഞ്ചറാക്ക്, അടിക്ക് ശരിയാക്കവനെ, വെറുതെ വിടരുത്. ആര് വെള്ളത്തിൽ മുങ്ങിപ്പോവാണെന്ന് തോന്നുന്നു. ബ്ലം 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 എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, ആ സൗണ്ട് എന്റെ സൗണ്ടാണേ. എനിക്ക് തെറ്റ് പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം. ഈ കാട്ടിൽ എല്ലാവർക്കും തുല്യ അർഹതയുണ്ട്. കേറി വാ കൂട്ടുകാരെ, കേറി വാ. ആ